മകനക്ഷത്രം ചിങ്ങക്കൂറിൽ പെടുന്ന നക്ഷത്രമാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം കേതു കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. കേതുവാണ് ചിങ്ങത്തിൽ നിൽക്കുന്നത്. കേതു കൂടെയാണ്. 11ാം ഭാവത്തിൽ നമുക്ക് വ്യാഴമുണ്ട്. 11ൽ വ്യാഴം ഏറ്റവും നല്ലതാണ്. അപ്പോൾ ലാഭസ്ഥാനത്താണ്, 11ാം ഭാവമാണ്. പക്ഷെ ഇവിടെ 7ാം ഭാവവും അഷ്ടമഭാവവും നമുക്ക് പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. 7ാം ഭാവത്തിൽ രാഹുവും അഷ്ടമത്തിൽ നമുക്ക് ശനീശ്വരനുമാണ് നിൽക്കുന്നത്. അത് ആ ശനി നിൽക്കുന്ന ക്ഷേത്രം വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ്. അത് 11ലാണ് വന്ന് നിൽക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഞരമ്പ് രോഗങ്ങളാണ് കൂടുതൽ വരുത്തുക. ടെൻഷൻ ധാരാളം ഉണ്ടാക്കും, രോഗങ്ങളുണ്ടാക്കും, സ്കിന്ന് സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ ഉണ്ടാക്കുന്നു ഈ രാഹു. പിന്നെ രാഹു ആണെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള ആ ഗതി ഉണ്ടല്ലോ, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലോ ഉണ്ട്, അതിനെ തടസ്സപ്പെടുത്തും. അപ്പോൾ പതുക്കെയാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ നമുക്ക് ഇവിടെ 11ൽ വ്യാഴമുണ്ട്. അപ്പോൾ ആ വ്യാഴത്തിനെ കൂടുതൽ ഭജിക്കുക. 11ആണ് നമ്മുടെ ലാഭസ്ഥാനം. അപ്പോൾ അവിടെ വ്യാഴാണ് വന്നിരിക്കുന്നത്. ബുധൻ്റെ ക്ഷേത്രത്തിലാണ്. ബുധൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി ഉണ്ടാക്കി തരുന്ന ആളാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കണക്ക് കൂട്ടിയിട്ട് വേണം ഓരോ രൂപയും ചെലവഴിക്കാൻ. ഇവിടെ കേതു ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഖണ്ഡനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ രോഗങ്ങളെ ഉണ്ടാക്കാം. ഇത് ഉദര സംബന്ധമായിട്ട് ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഉദരം ഭാഗത്താണ് കേതു വന്ന് നിൽക്കുന്നത്. അപ്പോൾ മിക്കപ്പോഴും വയറ് സംബന്ധമായിട്ടുള്ള ഗ്യാസിൻ്റെ പ്രോബ്ലം, സ്റ്റോണ്, അങ്ങനെ കിഡ്നി സ്റ്റോൺ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അവിടെ അങ്ങനെ വരുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ഓരോ രൂപയും ശ്രദ്ധയോടുകൂടി ചെലവഴിക്കണം. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. എന്ന് വെച്ചാൽ രാഹു 7 നിവർത്തി സ്ഥാനത്ത്, എന്ത് കാര്യം നിവർത്തി തരുന്ന ഭാവമാണ് നമ്മുടെ ഇവിടെ ശനി. അത് ശനി അഷ്ടമത്തിൽ പോയി. അഷ്ടമത്തിൽ ശനി ഇവിടെ 7. പിന്നെ ഇപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കർമ്മത്തിൽ ശ്രദ്ധിക്കുക. ഇവിടെ ചെറിയ രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിക്കാതെ നമ്മൾ കർമ്മത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. നന്നായിട്ട് അത്രയും ദോഷങ്ങൾ വരുമ്പോൾ മാത്രം ഡോക്ടറെ കാണിക്കുക. ആയുർവേദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ആദ്യം ആരംഭിക്കാം. പിന്നെയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് പേടി വരും. അതിനൊക്കെ നിങ്ങൾ ഭഗവാനിലാണ് ഏറ്റവും കൂടുതൽ അർച്ചന ചെയ്യേണ്ടത്, വിഷ്ണു ക്ഷേത്രത്തിൽ. പിന്നെ ഈ രാഹുവും ശനീശ്വരനും ഈ പാപഗ്രഹങ്ങളായതുകൊണ്ട് നമ്മളെപ്പോഴും ശിവക്ഷേത്രത്തിൽ പോയിട്ട് മൃത്യുഞ്ജയ ഹോമം ചെയ്യണം. ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മൃത്യുഞ്ജയ ഹോമം മസ്റ്റായിട്ട് ചെയ്തു പോകണം. ഈ ഒരു വർഷം മാസത്തിലൊരിക്കൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക, ബില്ലുവ അർച്ചന ചെയ്യുക. പിന്നെ അതേപോലെ കരിക്കിൻ്റെ ധാര, അതും മാസത്തിലൊരിക്കൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യുക. എന്നുവെച്ചാൽ ടെൻഷനാണ്, ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്നു. രോഗാവസ്ഥകളിലുള്ളവരാണെങ്കിൽ തന്നെ അവർക്ക് കരിക്കിൻ്റെ അർച്ചന ശിവന് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ധാര കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ധന്വന്തിരി ക്ഷേത്രം, അവിടെ ഒരു മുക്കിടി നിവേദ്യം എന്ന് പറയുന്ന നിവേദ്യമുണ്ട്. അതൊക്കെ ഒന്ന് പോയി ചെയ്യുക. കർമ്മത്തിൽ വളരെ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാസത്തിലൊരിക്കൽ ഒന്ന് പോയി ചെയ്യുക. അപ്പം എല്ലാ മാസത്തിലും എല്ലാ ആഴ്ചയിലും നമുക്ക് പോകാൻ പറ്റില്ല, എല്ലാ ദിവസവും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് മാസത്തിലൊരിക്കൽ ഒരു കൃത്യമായിട്ടെടുത്ത് അത് പോവാം. വീട്ടിൽ ശരിക്കും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. ഇവിടെ ശിവനെ നന്നായിട്ട് ഭജിക്കുക. ഓം നമഃ ശിവായ ജപിക്കുക. ഇവിടെ ഏറ്റവും കൂടുതൽ ജപിക്കേണ്ടത് ഓം നമഃ ശിവായാണ്. 11ൽ വ്യാഴം നമുക്ക് അനുഗ്രഹിക്കാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൃത്യുഞ്ജയ ഹോമം ചെയ്യുക, ഓം നമഃ ശിവായ വീട്ടിലിരുന്ന് ജപിക്കുക. അത് കുറച്ച് നേരം സൈലൻ്റായിട്ടിരുന്ന് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് നന്നായിട്ട് ഒരു ജപമാലയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യുമ്മ ജപിക്കാൻ പറ്റുന്നുള്ളവരാണെങ്കിൽ അങ്ങനെ കറക്റ്റായിട്ട് ഇരുന്നാൽ അത് കൃത്യമായിട്ട് ചെയ്തു പോവാം. അപ്പോൾ നമുക്ക് ഫലം ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ രാവിലെ ആണെന്ന് വെച്ചാൽ രാവിലെ, സന്ധ്യയ്ക്കാണെങ്കിൽ സന്ധ്യയ്ക്ക്, ഏത് സമയമാണോ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം അത് തിരഞ്ഞെടുത്ത് ഇവിടെ ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഇവിടെ കുട്ടികൾക്കാണെങ്കിലും രോഗങ്ങളൊക്കെ ഇപ്പോൾ എല്ലായിടത്തേക്കും പോകാനായിട്ട് നമ്മൾ നിൽക്കുന്ന കുട്ടികളാണെങ്കിലോ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് എക്സാമിനൊക്കെ ആയിട്ട് നിൽക്കുന്ന കുട്ടികളോ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഓം നമഃ ശിവായ നന്നായി ജപിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറയുന്നത്. അപ്പോൾ മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം ഏറ്റവും നല്ലതാണ്. വ്യാഴം 11ലാണ്, അതുകൊണ്ട് തന്നെ ലാഭസ്ഥാനമാണ്. ആ ലാഭത്തിലേക്ക് വരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രഹങ്ങളാണ് ഇവിടെ രാഹുവും ശനിയും വന്ന് നിൽക്കുന്നത്. അപ്പം ആ രാഹുവും ശനിയെയാണ് നമുക്ക് പ്രാർത്ഥിപ്പിച്ച് നമ്മുടെ കൂടെ നിർത്തേണ്ടത്. അവരെ നന്നായിട്ട്
നന്നായിട്ട് അവർക്ക് ഭജിച്ച് അവരെ പ്രീതിപ്പെടുത്തി നമ്മുടെ കൂടെ നിർത്താം. ഇവർക്ക് ഏറ്റവും നല്ലൊരു സമയമായിട്ട് ഈ ഒരു വർഷം കൊണ്ടുപോകാനായിട്ട് സാധിക്കും.